ഇനി ഇതിൽ രണ്ടാമത്തെ പ്രവർത്തനമായിട്ടുള്ള നഫ്ഹമുൽ ഫർഖാണ്. വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ഇറാബിയായ മാറ്റങ്ങൾ മനസ്സിലാക്കാനാണ് വേണ്ടത്. ഫസ്റ്റ് ജാ അത്വാലിബു, ജാ അത്വാലിബാനി, ജാ അത്വാലിബൂന. ഇതിൽ ത്വാലിബു ഫായിലാണ്, ത്വാലിബാനി ഫായിലാണ്, ത്വാലിബൂന ഫായിലാണ്. ഇവിടെ വിദ്യാർത്ഥി വന്നു, രണ്ട് വിദ്യാർത്ഥികൾ വന്നു, രണ്ടിൽ കൂടുതൽ കുറേ വിദ്യാർത്ഥികൾ വന്നു. അപ്പോൾ ജാ അത്വാലിബു, ത്വാലിബായപ്പോൾ എന്ത് ചെയ്ത് റഫിൻ്റെ അടയാളമായിട്ട് ലൊമ്മ വന്നു. മുസന്നയാവുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ്, അലിഫ് കൊണ്ടാണ് റഫ്. താലിബാനി ഈ അലിഫ് കൊണ്ടാണ് റഫ്. ജം ആവുമ്പോൾ ത്വാലിബൂന വാവ് കൊണ്ടാണ് റഫ്. ഇനി അതിൻ്റെ നെസ്ബിൻ്റെ അവസരമാണ് അടുത്തത്. റഅയ്തു ത്വാലിബ, റഅയ്തു ത്വാലിബൈനി, നളർത്തു ഇല എന്നല്ല, റഅയ്തു ഇല ത്വാലിബീന, റഅയ്തു ത്വാലിബീന, റഅയ്തു ത്വാലിബീന. ഈ റഅയ്തു തന്നെയാണ് ഇവിടെയും വരുന്നത്, മഫ്ഊലായിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? റഅയ്തു ത്വാലിബ നെസ്ബ്, ഇവിടെ ഫത്ത്ഹായിട്ട് കൊടുക്കണം. റഅയ്തു ത്വാലിബ നെസ്ബിൻ്റെ അടയാളമായിട്ട് ഫത്ത്ഹ് വന്നു. രണ്ടാളായപ്പോൾ ത്വാലിബൈനി, നമ്മൾ നേരത്തെ പറഞ്ഞ കെസ്റുള്ളത് കൊണ്ടാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഈ മുസന്നക്കാവുമ്പോൾ ബൈനി, അപ്പം എന്ത് ചെയ്യും? ഇതിന് ഫത്ത്ഹായിട്ടാണ് വരിക. ത്വാലിബൈനി യാ കൊണ്ട് തന്നെയാണ് മുസന്നയിലെ നെസ്ബ്. അതേപോലെ തന്നെ പിന്നെന്താണ്? റഅയ്തു ത്വാലിബീന ജംഇൻ്റെ നെസ്ബും എന്താണ്? യാ കൊണ്ടാണ്. അപ്പോൾ ത്വാലിബീന, ഇത് രണ്ടും വ്യത്യാസമാണ്. ത്വാലിബൈനി, ത്വാലിബീന. ഓക്കെ, രണ്ടിലും യാ കൊണ്ടാണ് ഇതുള്ളത്. ചെറിയ മാറ്റം കാഴ്ച എന്തുണ്ട്? ഇതിൻ്റെ ഹർക്കത്തുകളിലുണ്ട്, ഇതിൻ്റെ മുന്നുള്ള ഹർക്കത്തുകളുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചെറുകന് ഉദാഹരണം. സല്ലംതു അല ത്വാലിബി, അല വന്നപ്പോൾ ത്വാലിബി എന്നുള്ള ചെറുകൻ്റെ അടയാളമായ കസ്റ് കൊടുത്തു. സല്ലംതു അല ത്വാലിബൈനി, രണ്ടാളുടെ മേലിൽ സലാം ചൊല്ലി എന്ന, രണ്ട് വിദ്യാർത്ഥികൾക്ക് സലാം ചൊല്ലി. ഇവിടെ വിദ്യാർത്ഥിയെ കണ്ടു എന്നിട്ടോ, രണ്ട് വിദ്യാർത്ഥികൾക്ക് സലാം ചൊല്ലി. സല്ലംതു അല ത്വാലിബീന, കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്തു? സലാം ചൊല്ലി. അങ്ങനെ പറയുമ്പോൾ ത്വാലിബൈനി എന്നുള്ളതിന് എന്ത് ചെയ്തു? ചെറുകൻ്റെ അടയാളമായിട്ട് യാ വന്നു. ഇതേപോലെ തന്നെയാണ് ഇവിടെ, ഇതേപോലെ തന്നെയാണ് ത്വാലിബീന ചെറുകൻ്റെ അടയാളമായിട്ട് യാ ഉണ്ട്. ഇനി അടുത്തത് മുഅന്നസ് ജമ്മു മുഅന്നസ് സാലിമിൽ ഉള്ള വ്യത്യാസവും മുസന്നിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനാണ്. ജാഅത്തി ത്വാലിബത്തു, എന്ത് ചെയ്തു? വിദ്യാർത്ഥിനി വന്നു. ജാഅത്തി ത്വാലിബത്താനി, ഇവിടെ അലിഫുണ്ട്, രണ്ട് വിദ്യാർത്ഥിനികൾ വന്നു. ജാഅത്തി ത്വാലിബാത്തു, വിദ്യാർത്ഥിനികൾ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഒക്കെ ഇവിടെ ലൊമ്മ കൊണ്ട്, ഇവിടെയും ലൊമ്മ കൊണ്ട്, ഇവിടെ അലിഫ് കൊണ്ട്. ഞാൻ നെസ്ബിൻ്റെ അവസരം. റഅയ്തു ത്വാലിബത്ത, ഫത്ത്ഹ് കൊണ്ട് നെസ്ബ്, വിദ്യാർത്ഥിനിയെ ഞാൻ കണ്ടു. റഅയ്തു ത്വാലിബത്തൈനി, യാ കൊണ്ട് നെസ്ബ്, രണ്ട് വിദ്യാർത്ഥിനികളെ ഞാൻ കണ്ടു. ഇവിടെ അതേപോലെ തന്നെ റഅയ്തു ത്വാലിബാത്തി, കുറേ വിദ്യാർത്ഥിനികളെ ഞാൻ കണ്ടു. ഇവിടെ നെസ്ബിൻ്റെ അവസരത്തിൽ എന്ത് ചെയ്തു? കസ്റ് വന്നു. അതാണ് നമ്മുടെ പാഠത്തിൽ മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി അടുത്ത സല്ലംതു അല ത്വാലിബത്തി, വിദ്യാർത്ഥിനിക്ക് ഞാൻ സലാം ചൊല്ലി. സല്ലംതു അല ത്വാലിബത്തൈനി, രണ്ട് വിദ്യാർത്ഥിനികൾക്ക് ഞാൻ സലാം ചൊല്ലി. സല്ലംതു അല ത്വാലിബാത്തി, വിദ്യാർത്ഥിനികൾക്ക് ഞാൻ സലാം ചൊല്ലി. ഇവിടെ എന്ത് ചെയ്തു? ജെറാണ്, അല വന്ന ജെറിൻ്റെ അക്ഷരാണ്. ഇപ്പോൾ ത്വാലിബത്തി വന്നു, കസ്റ്, അതിൻ്റെ അടയാളമായിട്ട് കസ്റ് വന്നു. ഇവിടെ യാ വന്നു, ഇവിടെ കസ്റ് തന്നെ വന്നു. ജമ്മു മുഅന്നസ് സാലിമിന് കസ്റ് തന്നെ വന്നു. ഇത് മനസ്സിലാക്കാനാണ് ഈ പട്ടിക. ഇനി തൊട്ടടുത്ത് നമുക്കൊരു പട്ടിക പൂരിപ്പിക്കാനാണ്. ഇതിലെന്താണ്? മുദക്കർ തന്നിട്ടുണ്ട്, അതിൻ്റെ ജമ്മു മുദക്കർ സാലിം എഴുതണം. മുഅന്നസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ജമ്മു മുഅന്നസ് സാലിം എഴുതണം. നമ്മൾ ഫസ്റ്റ് ആ പ്രവർത്തനം കണ്ടതുപോലെ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. മുദരിസുൻ മുദരിസൂന, മുദരിസത്തുൻ മുദരിസാത്ത്, മുഹ്സിനുൻ മുഹ്സിനൂന, ഔനൂനും കൊടുക്കാം, മുഹ്സിനത്തുൻ മുഹ്സിനാത്തുൻ. ഓക്കെ, അതേപോലെ അങ്ങനെ ചെയ്യാനാണ്. മുഖ്ലിസൻ മുഖ്ലിസൂന, മുഖ്ലിസത്തുൻ മുഖ്ലിസാത്ത്, മുദരിബുൻ മുദരിബൂന, മുദരിബത്തുൻ മുദരിബാത്തുൻ. മുദരിബ പറഞ്ഞാൽ കോച്ച് എന്നർത്ഥത്തിന് ഉപയോഗിക്കുക, ട്രെയിനർ എന്നർത്ഥത്തിന് ഉപയോഗിക്കുക. മുഖ്ലിസ ഞാൻ നിഷ്കളങ്കൻ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആത്മാർത്ഥൻ. മുഹ്സിന ഞാൻ ഗുണം ചെയ്യുന്നവൻ. സാജിദ് സുജൂദ് ചെയ്യുന്നവൻ. അല്ലെങ്കിൽ സാജിദൂന, സാജിദത്തുൻ സാജിദാത്ത്, ത്വാലിബുൻ ത്വാലിബൂന, ത്വാലിബത്തുൻ ത്വാലിബാത്ത്, മുഅല്ലിമുൻ മുഅല്ലിമൂന, മുഅല്ലിമത്തുൻ മുഅല്ലിമാത്ത്, അധ്യാപകൻ. ഓക്കെ, ഇങ്ങനെയാണ് വേണ്ടത്. ഇനി 35-ാമത്തെ ആയത്ത് സൂറത്തുൽ അഹ്സാബിൽ നിന്ന് കണ്ടെത്തിയിട്ട് അതിലെ ജമ്മു മുദക്കർ സാലിമും ജമ്മു മുഅന്നസ് സാലിമും കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ 35-ാമത്തെ ആയത്ത് നോക്കണം. അതിൽ ഒരുപാട് ജമ്മു മുദക്കർ സാലിമും ജമ്മു മുഅന്നസ് സാലിമും വന്നിട്ടുണ്ട്.
ഇതാണ് ആയത്ത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്സാദിഖീന വസ്സാദിഖാത്തി അങ്ങനെ പോവാണ്. പിന്നെ അതിലൊക്കെ എന്താ മുസ്ലിമീന ഇവിടെ എന്താണ് ജമ്മു മുദക്കർ സാലിമാണ്. മുസ്ലിമാത്തി ജമ്മു അന്നസാലിമാണ്. ഇന്നൻ്റെ ഖബറായപ്പോഴാണ്. വൽ മുഅ്മിനീന ജമ്മു അന്നസാലിമ മുദക്കർ സാലിമാണ്. ജമ്മു അന്നസാലിമ മുഅ്മിനാത്ത്. ഖാനിതീന ജമ്മു മുദക്കർ മുഅന്നസാലിമ് പിന്നെ ജമ്മു മുദക്കർ സാലിമ്. വൽ ഖാനിതാത്തു ജമ്മു മുഅന്നസാലിമ്. സ്വാദിഖീന ജമ്മു മുദക്കർ സാലിമ്. സ്വാദിഖാത്തി ജമ്മു അന്നസാലിമ്. സ്വാബിരീന ജമ്മു മുദക്കർ സാലിമ്. സ്വാബിറാത്ത് ജമ്മു അന്നസാലിമ്. പിന്നെ അങ്ങനെ പോയിട്ട് ഖാശിഈന ജമ്മു മുദക്കർ സാലിമ്. ഖാശിആത്ത് ജമ്മു മുഅന്നസാലിമ്. മുതസദ്ദിഖീന ജമ്മു മുദക്കർ സാലിമ്. മുതസദ്ദിഖാത്ത് ജമ്മു അന്നസാലിമ്. സ്വാഇമീന ജമ്മു മുദക്കർ സാലിമ്. അങ്ങനെ അതിലുള്ള ആയത്തുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. അപ്പോൾ നോക്കുക അൽ ഹാഫിദീന ഹാഫിളാത്ത് ദാക്കിരീന ദാക്കിറാത്ത് അങ്ങനെ ആയത്തിൽ കുറേ ഉണ്ട്. അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ആയത്ത് നിങ്ങളോട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ് അതിൽ കണ്ടെത്താനുള്ള പ്രവർത്തനം. അതാണ് അടുത്തത്. അർത്ഥ വ്യത്യാസം കണ്ടെത്തുക എന്നതാണ് അടുത്ത പ്രവർത്തനം. അത്വാലിബൂന വത്വാലിബാത്തു ഫിസ്സഫി റഅയ്തു ത്വാലിബീന വത്വാലിബാത്തി ഫിസ്സഫി. അത്വാലിബൂന വിദ്യാർത്ഥികൾ, വത്വാലിബാത്തു വിദ്യാർത്ഥിനികൾ, ഫിസ്സഫി ക്ലാസ്സിലാണ്. വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ക്ലാസ്സിലാണ് എന്നർത്ഥം വെക്കാം. ഇനി അതല്ല, ഇത് ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്ന രൂപത്തിലും വെക്കാം. അങ്ങനെയാണ് ഇതിന് കൂടുതലും വെക്കുന്ന അർത്ഥം അങ്ങനെ വരാം. അല്ലെങ്കിൽ അത്വാലിബൂന വത്വാലിബാത്തു പിന്നെ ഫിസ്സഫി രണ്ടർത്ഥത്തിലുമായിട്ട് വെക്കാം. എന്തായാലും ഇവിടെ എന്താണ് ത്വാലിബൂന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ക്ലാസ്സിലാണ്. അപ്പം മുബ്തദാ ഖബറായിട്ടാണ് വരുന്നത്. ഇനി റഅയ്തു ത്വാലിബീന വത്വാലിബാത്തി ഫിസ്സഫി ക്ലാസ്സിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഞാൻ കണ്ടു. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്നാണ് ഒന്നാമത്തിൻ്റെ അർത്ഥം. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. റഅയ്തു അവരെ ഞാൻ കണ്ടു. ഇവിടെ എന്ത് ചെയ്തു? നമുക്ക് പഠിക്കാനുള്ള ത്വാലിബൂന റഫായിട്ട് വന്നു. ഇവിടെ റഫായിട്ട് ലമ്മ്, ഇവിടെ നസ്ബായിട്ട് വന്നു. അവരെ കണ്ടു. അപ്പോൾ അതിൻ്റെ വ്യത്യാസം, രണ്ടിൻ്റെ വ്യത്യാസം മെയിനായിട്ട് ഇതൊരു പൂർണ്ണമായ ജുംലയിലല്ല. അങ്ങനെയാണ് അതിൻ്റെ പ്രയോഗം. ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ജുംല പൂർത്തിയാകുന്നില്ല. ഇതിൻ്റെ ഉദ്ദേശം അതായത് ജുംല പൂർത്തിയാവുന്നുണ്ട്.